ഹായ്, നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ മൗസ് നോട്ട് എന്ന് പറയുന്ന ലെസണാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആരാണ് മൗസ് നോട്ട്സ് എഴുതിയത്? മാർക്ക് കെല്ലി. മാർക്ക് കെല്ലിയാണ് മൗസ് നോട്ട് എന്ന കഥ എഴുതിയത്. ഹാവ് യു എവർ ഡ്രീംഡ് ഓഫ് ഗോയിങ് ഓൺ എ ബിഗ് അഡ്വഞ്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സാഹസികമായ കാര്യത്തിന് അല്ലെങ്കിൽ സാഹസികമായ യാത്രയ്ക്ക് പോകുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക് ഇഫ് ഇറ്റ് വുഡ് ബി എ ട്രാവൽ ടു സ്പേസ്? ആ യാത്ര ഒരു ബഹിരാകാശത്തേക്കായാലോ? നമ്മൾ കാണുന്ന സൂര്യൻ, മൂൺ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ, ഇതെല്ലാം എവിടെയാണുള്ളത്? ബഹിരാകാശത്താണുള്ളത്, അല്ലേ? അപ്പോൾ ബഹിരാകാശത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. വാട്ട് ഇഫ് എ മൗസ് ഗോസ് ടു സ്പേസ്? നമ്മൾ മനുഷ്യരല്ലാതെ മൃഗങ്ങൾ ബഹിരാകാശത്തേക്ക് പോയാലോ? ഒരു എലി ബഹിരാകാശത്തേക്ക് പോയാൽ എങ്ങനെയിരിക്കും? ഇതെല്ലാമാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ കാണുന്നത്. ലെറ്റ് us read the story. The space shuttle is set for a launch. And the astronauts are doing their last minute training to prepare for the mission. അപ്പോൾ ബഹിരാകാശത്തേക്ക് പോകുന്ന വാഹനത്തെയാണ് നമ്മൾ സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് ഷട്ടിൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ സ്പേസ് ഷട്ടിലിൽ പോകുന്ന യാത്രികരെയാണ് നമ്മൾ ആസ്ട്രോനോട്ട്സ് എന്ന് വിളിക്കുന്നത്. അവരെല്ലാവരും ആ സ്പേസ് ഷട്ടിലിലെ യാത്രയ്ക്ക് വേണ്ടിയുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. They are doing their last minute training for the mission. അവർ ലാസ്റ്റ് മിനിറ്റ് ട്രെയിനിങ്ങിലാണ് എല്ലാവരും ഉള്ളത്. നാസ ഈസ് സെൻഡിങ് അലോങ് സം സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ദിസ് ഫ്ലൈറ്റ്. ദേ ആർ ട്രെയിനിങ് ടു. അപ്പോൾ ഈ ആസ്ട്രോണോട്ട്സിന് പുറമെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ്സും കൂടെ ഈ യാത്രയ്ക്ക് പുറപ്പെടുന്നുണ്ട്. അവരും ട്രെയിനിങ്ങിലാണ്. ആരാണ് ഇവരെല്ലാം ബഹിരാകാശത്തേക്ക് അയക്കുന്നത്? നാസ, USA ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇവരെ എല്ലാവരെയും ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. വൺ മൗസ് ഈസ് സ്മോളർ ദാൻ ഓൾ ദ റെസ്റ്റ്. ഹിസ് നെയിം ഈസ് മെറ്റിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു, മനുഷ്യരായിട്ടുള്ള ഈ ആസ്ട്രോണോട്ട്സിനെ കൂടാതെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ്സും കൂടെ, കുറച്ച് അതിഥികളും കൂടെ ഉണ്ട് ഇവരുടെ കൂടെ യാത്രയ്ക്ക്. ആരാണ് അവരൊക്കെ? മെറ്റിയർ എന്ന് പറയുന്ന ഒരു ചെറിയ എലിയും അതുപോലെ തന്നെ മറ്റു കുറച്ച് വലിയ എലികളും. അപ്പോൾ ഈ എലികളെല്ലാവരും കൂടെ ഈ മനുഷ്യരോടൊപ്പം ബഹിരാകാശ യാത്രയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റുള്ള എലികളെല്ലാം തന്നെ വളരെ വലിയ നല്ല കരുത്തുള്ള എലികളാണ്. എന്നാൽ മെറ്റിയർ മാത്രം മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് ഒരു ചെറിയ എലിയാണ്. ദ അതർ മൈസ് നോ ഹി വോണ്ട് ബി ചൂസൺ ഫോർ ദിസ് ഇമ്പോർട്ടൻറ്റ് മിഷൻ. അപ്പോൾ മറ്റുള്ള എലികൾക്കൊക്കെ അറിയാം, അവരൊക്കെ ചിന്തിക്കുന്നത് മെറ്റിയർ ഒരിക്കലും ഈ മിഷന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടില്ല എന്നുള്ളതാണ്. But someone has his eye on Meteor and he is impressed with little mouse's hard work. പക്ഷേ അവിടെയുള്ള ആസ്ട്രോണോട്ട്സ് ഒക്കെ ഈ മെറ്റീരിയൽ വളരെ ആകൃഷ്ടനാണ്. they are impressed. എന്തുകൊണ്ടാണ്? കാരണം മെറ്റിയർ ചെറിയ എലിയാണെങ്കിലും മറ്റുള്ള എലികളെ അപേക്ഷിച്ച് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആസ്ട്രോണോട്ട്സിന് ഈ മെറ്റീരിയൽ വളരെ ആകൃഷ്ടനാണ്. അങ്ങനെ അവർക്കൊക്കെ ഈ മെറ്റീരിയലിനെ സെലക്ട് ചെയ്യണമെന്നുണ്ട്. ദ ഷട്ടിൽ കമാൻഡർ അനൗൺസസ് ദാറ്റ് 6 mice വിൽ ബി സെലക്റ്റഡ് ഫോർ ദ ഫ്ലൈറ്റ്. അപ്പോൾ തന്നെ ഷട്ടിൽ കമാൻഡർ അനൗൺസ് ചെയ്യുകയാണ്, 6 എലികളാണ് നമ്മളുടെ ഈ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്.
and he picks 5 of the biggest, strongest mice. അങ്ങനെ അവിടെയുള്ള കരുത്തുള്ള വലിയ എലികളെ ആദ്യം സെലക്ട് ചെയ്യുകയാണ്. മൊത്തം 6 എലികളാണ്, അതിൽ 5 എലികളും വലിയ എലികളാണ്. ആൻഡ് ബട്ട് ഫോർ ദ സ്പിക്സ് സ്പോട്ട്, ടു എവരി വൺ സർപ്രൈസ്, ഹി ചൂസസ് മെറ്റിയർ. 6ാമതായിട്ട് ആരെയാണ് ചൂസ് ചെയ്യുന്നത്? മെറ്റിയർ എന്ന് പറയുന്ന ചെറിയ എലിയാണ് ആസ്ട്രോനോട്ട് അല്ലെങ്കിൽ ആ ഷട്ടിൽ കമാൻഡർ ചൂസ് ചെയ്യുന്നത്. All 6 are taken to their new home, a special cage called Mouse Hotel. അങ്ങനെ അവരെ സെലക്ട് ചെയ്തു. അങ്ങനെ അവരെ ഒരു സ്പെഷ്യൽ കേജിലേക്ക് മാറ്റി, എലികളുടെ ആ കൂടിലേക്ക് മാറ്റി. ആ കൂടിൻ്റെ പേരെന്താണ്? അവരുടെ ആ വീടിൻ്റെ പേരെന്താണ്? മൗസ് ഹോട്ടൽ. The other mice are nervous as the countdown begins, but not Metier. അങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങി. സ്പേസ് ഷട്ടിൽ ഇപ്പോൾ വിക്ഷേപിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മറ്റുള്ള എലികൾ, പ്രത്യേകിച്ച് ആ വലിയ എലികളെല്ലാം വളരെ നെർവസ് ആണ്. അവരൊക്കെ വളരെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ബട്ട് നോട്ട് മെറ്റിയർ. ബട്ട് മെറ്റിയറിന് മാത്രം ഒരു പേടിയുമില്ല. നിങ്ങൾക്കിവിടെ കാണാം, കൗണ്ട് ഡൗൺ തുടങ്ങി. 3, 2, 1. അത് കഴിഞ്ഞ് ദ സ്പേസ് ഷട്ടിൽ വിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. പോകുന്നതായിട്ട് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാം. അറ്റ് ഫസ്റ്റ് ദ മൈസ് ആർ പ്രസ്ഡ് ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദിയർ കേജസ് ബൈ ദ പവർ ഓഫ് ദ ലോഞ്ച്. അങ്ങനെ ഈ സ്പേസ് ഷട്ടിൽ വിക്ഷേപിക്കപ്പെട്ടപ്പോൾ ആ വിക്ഷേപണത്തിൻ്റെ ശക്തി കൊണ്ട് മറ്റ് എലികളെല്ലാം അവരുടെ കേജിൽ അമർന്നിരിക്കുകയാണ്. ബട്ട് ദെൻ ദ പ്രഷർ ഗോസ് അവേ. ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ. പക്ഷേ ഈ വാഹനം വിക്ഷേപിച്ച് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ പ്രഷർ കുറഞ്ഞു വരികയാണെങ്കിലും മറ്റുള്ള എലികൾ, പ്രത്യേകിച്ച് ആ വലിയ എലികളെല്ലാം ആ കേജിൽ വളരെ പേടിച്ച് അമർന്ന് ഇരിക്കുകയാണ്. ബട്ട് നോട്ട് മെറ്റിയർ. പക്ഷേ മെറ്റിയർ എന്ന ആ ചെറിയ എലി മാത്രം അങ്ങനെ ആയിരുന്നില്ല. ഹി ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. അവൻ അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് ബഹിരാകാശത്തേക്ക് ഈ വാഹനം ഉയർന്ന് തുടങ്ങിയപ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെട്ടു. മറ്റുള്ള ആ വലിയ എലികളെല്ലാം വളരെ പേടിയോടെ അതിനെ കണ്ടപ്പോൾ മെറ്റിയർ മാത്രം വളരെ കൂളായിട്ട് ആ വെയ്റ്റ്ലെസ്നെസ്, ആ ഭാരമില്ലായ്മയൊക്കെ വളരെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഹേ ലിറ്റിൽ ഗായ്, ദ കമാൻഡർ സേസ്, യു ആർ എ നാച്ചുറൽ റിയൽ ലൈഫ് മോസ്ട്രോനോട്ട്. അപ്പോൾ മറ്റുള്ള ആസ്ട്രോനോട്ട്സൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമാൻഡർ പറയുകയാണ്, മെറ്റിയർ, യു ആർ എ നാച്ചുറൽ റിയൽ ലൈഫ് ആസ്ട്രോനോട്ട്. താങ്കളൊരു സ്വാഭാവികമായ ജീവനുള്ള ഒരു മൗസ്ട്രോനോട്ടാണ് എന്ന് മെറ്റിയറിനെ പറ്റി ആ കമാൻഡർ പറയുകയാണ്. മെറ്റിയർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ്സ് എ ടൂർ ഓഫ് ദ ഷട്ടിൽ. അങ്ങനെ മെറ്റിയറിനെ അവൻ്റെ കേജിൽ നിന്ന് പുറത്തെടുത്ത് ആ സ്പേസ് ഷട്ടിലൂടെ മറ്റ് ആസ്ട്രോണോട്സിനൊപ്പം അവൻ സഞ്ചരിക്കുകയാണ്. ഹീ ക്യാൻ ഈവൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ്. അങ്ങനെ അവൻ ദൂരെ ആ ഭൂമിയെ അവൻ അവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. ദ ആസ്ട്രോണോട്സ് ആർ ഓൾ വെരി ബിസി ഡ്യൂറിങ് ദെയർ 14-day ഫ്ലൈറ്റ്. അപ്പോൾ ഇതൊരു 14-day ഫ്ലൈറ്റാണ്, 14 ദിവസത്തേക്കുള്ള ഒരു ഫ്ലൈറ്റാണ്. അങ്ങനെ ആസ്ട്രോണോട്സ് എല്ലാം വളരെ ബിസിയാണ്. There are spacewalks to take and experiments to conduct. But what can Meteor to do to help? അപ്പോൾ അവരെല്ലാവരും ആ ആസ്ട്രോണോട്സ് എല്ലാം വളരെ ബിസിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്താനുണ്ട്. സ്പേസ് വാക്ക്, അന്തരീക്ഷത്തിലൂടെ അവർക്ക് നടക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. പക്ഷേ മെറ്റിയറിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
ആ ചെറിയ എലിയായിട്ടുള്ള മെറ്റിയറിന് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? Then while answering emails, one of the astronauts noticed the key to the control panel stuck between the monitors. അങ്ങനെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വരുന്ന പല ഇമെയിലുകൾക്കും അവിടെയുള്ള ആസ്ട്രോനോട്ട്സൊക്കെ മറുപടി കൊടുക്കുന്നതിനിടയ്ക്ക് ഒരു കീ, കൺട്രോൾ പാനലിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കീ അവിടെയുള്ള ആ മോണിറ്ററുകളുടെ ഇടയിലേക്ക് പെട്ടുപോയി. When he tries to get it out, it accidentally gets wedged farther down. അങ്ങനെ ആ ആസ്ട്രോനോട്ട് ആ കീ അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയും പക്ഷേ പെട്ടെന്ന് അബദ്ധത്തിൽ അത് കൂടുതൽ താഴോട്ട് വീഴുകയാണ് ചെയ്തത്. ആ കീ അവിടെ നിന്ന് എടുക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. This isn't good. ഇതൊട്ടും ശരിയായില്ല. Says the commander. We need that key back. ആ കീ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെടുത്തേ പറ്റൂ. One astronaut tries to move the monitor. It doesn't budge. അങ്ങനെ ഒരു ആസ്ട്രോനോട്ട് ആ മോണിറ്റർ അവിടെ നിന്ന് നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കീ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ കീ അവിടെ നിന്ന് അനങ്ങുന്നില്ല. ബഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്, അനങ്ങുക. വെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്ഡ് ഇൻടു എ നാരോ സ്പേസ്, ഒരു ചെറിയ സ്ഥലത്തേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ ആ കീ ആ ചെറിയ സ്ഥലത്തേക്ക് വീണു പോയിരിക്കുകയാണ്. അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല. ആർക്കും അത് അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല. Another slips her fingers into the crack, but the key is stuck down too deep. മറ്റൊരാൾ ആ ക്രാക്കിലൂടെ കൈയിട്ട് ആ കീ എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് വീണു പോവുകയാണ്. One even tries to pushing it out with a long piece of metal, but with no luck, no one can reach it. വേറൊരാൾ ഒരു മെറ്റൽ കൊണ്ട് അത് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾക്കും അത് എടുക്കാൻ സാധിക്കുന്നില്ല. The astronauts are getting worried. അവിടെയുള്ള ആസ്ട്രോനോട്ട്സ് എല്ലാം വളരെ വെറീഡായിട്ട്, വളരെ വിഷമിച്ച് ഇരിക്കുകയാണ്. But as they discuss the problem, a tiny figure has an idea. അങ്ങനെ അവരെങ്ങനെയാ കീ അവിടെ നിന്ന് എടുക്കും എന്നൊക്കെ വളരെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചെറിയ എലിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. Being the smallest isn't a bad thing. ചെറുതായിരിക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. മെറ്റിയർ സേസ് ടു ഹിംസെൽഫ്. മെറ്റിയർ അത് അവനോട് തന്നെ പറയുകയാണ്. മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. എനിക്കിവിടെ ഉപകാരപ്പെടാൻ സാധിക്കും എന്ന് അവൻ സ്വയം ചിന്തിക്കുകയാണ്. മെറ്റിയർ സ്ക്വീസസ് ഹിസ് വേ ഇൻ ടു ദ ക്രാക്ക്. അങ്ങനെ മെറ്റിയർ ആ ക്രാക്കിലൂടെ ഊഴ്ന്നിറങ്ങുകയാണ്. ദ സ്പേസ് ഈസ് ഡാർക്ക് ആൻഡ് ക്രാം. അപ്പോൾ ആ ഒരു ചെറിയ സ്ഥലം വളരെ ഡാർക്കാണ്. അധികം സ്ഥലമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ഒരു സ്ഥലമാണ്, വളരെ ഡാർക്കാണ്. പെട്ടെന്ന് കീ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ ചെറിയ എലി സ്വയം ചെറുതായിക്കൊണ്ട് ആ ക്രാക്കിലൂടെ കടന്ന് ആ കീ എടുക്കാനായിട്ട് അവൻ അന്വേഷിക്കുകയാണ്. മെറ്റിയർ സ്പോട്ട്സ് ദ കീ ആൻഡ് ടക്സ് ഇറ്റ് അറ്റ് ഇറ്റ് വിത്ത് ഓൾ ഇറ്റ്സ് മൈറ്റ്. അങ്ങനെ അവൻ ആ ചെറിയ സ്ഥലത്ത് നിന്നും ആ കീ കണ്ടുപിടിക്കുകയും വളരെ ശക്തിയോടുകൂടി ആ കീ അവിടുന്ന് വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. Hey, look at what our tiny friend has done. നോക്കൂ,
നമ്മുടെ ആ ചെറിയ സുഹൃത്ത് എന്താണ് ചെയ്തത് എന്ന് എല്ലാവരും നോക്കൂ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി ആസ്ട്രോണോട്സ് അവിടെയുള്ള എല്ലാവരോടുകൂടി പറയുകയാണ്. ദ കമാൻഡർ സേസ് ഹി ഹാസ് സേവ്ഡ് ദ മിഷൻ. അവൻ ഈ മിഷൻ രക്ഷപ്പെടുത്തി. ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അവൻ രക്ഷപ്പെടുത്തി എന്ന് ആ കമാൻഡർ മറ്റുള്ളവരോട് എല്ലാവരോടും പറയുകയാണ്. When the shuttle returns to Earth, Meteor is declared a hero. അങ്ങനെ അവർ തിരിച്ച് ഭൂമിയിലെത്തി. അവിടെ വെച്ച് മെറ്റീരിയറിനെ അവർ ഒരു ഹീറോ ആയിട്ട് പ്രഖ്യാപിച്ചു. He is given a brand new uniform and an official title Mostronaut. അവന് പുതിയ യൂണിഫോം, അതുപോലെ തന്നെ പുതിയൊരു ഒഫീഷ്യൽ ടൈറ്റിൽ അവന് കിട്ടി. എന്താണ് ആ ടൈറ്റിൽ? മൗസ്ട്രോനോട്ട്. മൗസ്ട്രോനോട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലും അവന് കിട്ടി. All the astronauts cheers and applaud, but Meteor is already thinking about his next big mission. അവനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, അവനെ എല്ലാവരും ആദരിച്ചു. പക്ഷെ അപ്പോഴും മെറ്റിയർ തൻ്റെ പുതിയ ഒരു മിഷനെ പറ്റി, അടുത്തൊരു യാത്രയെപ്പറ്റി, അടുത്തൊരു അഡ്വഞ്ചറിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഒരു എലി ബഹിരാകാശത്ത് പോയാൽ എങ്ങനെയിരിക്കും? ഒരു എലി അത് വളരെ ചെറുതാണെങ്കിലും അവനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഈ കഥ ആരാണ് എഴുതിയത്? മാർക്ക് കെല്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആസ്ട്രോനോട്ടാണ് ഈ കഥ എഴുതിയത്. അദ്ദേഹം ഒരുപാട് സ്പേസ് ഫ്ലൈറ്റ്സ് നടത്തിയിട്ടുള്ള ആളാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ടുള്ള ആളാണ്. 2011 ഒരു എൻഡവർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഷിപ്പിൽ ആണ് അദ്ദേഹം അവസാനമായിട്ട് ബഹിരാകാശത്തേക്ക് പോയത്. അങ്ങനെ അദ്ദേഹം ഈ മോസ്ട്രോനോട്ട് സീരീസിലൂടെയും അതുപോലെ തന്നെ ബയോഗ്രഫിക്കൽ ബുക്കായിട്ടുള്ള ഗ്യാബിയിലൂടെയും ഒക്കെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ആക്ടിവിറ്റീസും മറ്റ് നോട്ട്സും എല്ലാമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.